ഹലോ, ബ്രിജേഷാണേ. അപ്പൊ ഫുഡ് ആൻഡ് ട്രാവൽ പീപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ബാക്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാ ഇപ്പുറവും നല്ല വ്യൂ ആണ്. ഇപ്പുറം നല്ല മലയുണ്ട്. ഇപ്പുറം ഉള്ളത് മലമ്പുഴ റിസർവയർ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പാലക്കാടാണ്. ഇന്നലെ രാത്രി പാലക്കാട് എത്തിയതാണ്. അപ്പൊ മലമ്പുഴ ആയിരുന്നു സ്റ്റേ. മലമ്പുഴ റിസർവയറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേയിലായിരുന്നു സ്റ്റേ. അപ്പം ഇന്നലെ ഉച്ചക്ക് ശേഷം, അതായത് ഒരു 3:30 മണി ആ സമയത്ത് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. രാത്രി ഒരു 10 മണിയൊക്കെ ആയിരുന്നേ ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ രാത്രി ഭക്ഷണം ഒലവക്കോട് നിന്നാണ് കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കഴിച്ചു. രാത്രി ഒലവക്കോട് മാത്രമായിരുന്നു നിർത്തിയത്. ഒലവക്കോട് രാത്രി അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ മലമ്പുഴ വന്നു. അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ എന്തോ ഒരു ചെറിയൊരു അമ്പലവും കാര്യങ്ങളിലും ഉണ്ട്. പേരില്ലാത്ത അമ്പലം. അപ്പൊ നമ്മള് തിരിച്ചു വരുമ്പോഴേക്കും ബാക്കി എല്ലാവരും റോട്ടുമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നടന്ന്. മയിലിനെ കണ്ടിനാ? അടിണ്ടാ? അത് കണ്ടിന്, അത് പോയി. അപ്പൊ ഇവിടെ മലമ്പുഴ റിസർവോയറിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ എൻട്രി ഇൻറ്റു മലമ്പുഴ റിസർവോയർ ഫ്രീ പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിസർവോയറിൽ അനധികൃതമായി പ്രവേശിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു, ലംഘിക്കുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് 500 രൂപ പിഴയും 4 ചക്ര വാഹനങ്ങൾക്ക് 1000 രൂപ പിഴയും ഈടാക്കുന്നതാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വരുമ്പോ ഒരാള് ഈ കാട്ടില് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് വരുമ്പോഴാണ് സംഭവം ഒരാൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് അങ്ങോട്ട് പോയതാ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. എന്നെ കണ്ടിട്ട് തിരിച്ചുപോയി. അപ്പൊ ഇതാ ഇവിടെ മയില് കാണുന്നുണ്ട്. അതില് ദൂരെ ഉള്ള ആകെ പീലി വിടർത്തൊന്നുമില്ല. എടാ ഒന്ന് പീലി വിടർത്തി കാണിച്ചാടാ. ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നല്ലേ. കൊറേ മയിലുകളുണ്ട് അപ്പുറം ഇപ്പുറമുള്ളായിട്ട്. അപ്പുറമുള്ളത് പീലി ഇല്ലാത്തതാണ്. ഇത് നല്ല പീലിയുള്ള മയിലാണ്. പക്ഷെ പീലി വിടർത്തൊന്നുമില്ല. അപ്പൊ നമ്മള് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും പ്രിയങ്കയും അമ്മയും പിന്നെ പ്രവീണേട്ടനും ഫാമിലിയാണ്. പ്രവീണേട്ടൻ എങ്ങനെയുണ്ട്? മലമ്പുഴ എങ്ങനെയുണ്ട്? നല്ല സൈറ്റ്, നല്ല സൂപ്പർ, അടിപൊളിയാ. അപ്പൊ നമ്മള് രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാന്നേ. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് ഒരിക്കലും അപ്പൊ ആദ്യം ഒന്ന് പുറത്ത് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അകത്തേക്ക് വരുമ്പോന്ന് പ്രവീണേട്ടനും പുറത്തേക്ക് വരും. അങ്ങനെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. കുറെ ആൾ അങ്ങോട്ടെല്ലാം ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട് രാവിലെ. അപ്പൊ നമുക്കും ഒന്ന് അങ്ങോട്ടെല്ലാം ഇങ്ങനെ നടന്നിട്ട് വരാം. ഇനി ഏതായാലും ഇവിടെ കാര്യമായിട്ട് കാണാനുള്ള മലമ്പുഴ ഡാമും പാർക്കും വന്നു. അത് ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആവും തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സമയമാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ ഫുഡെല്ലാം അങ്ങേ ഭാഗത്ത് കിട്ടും. ഇവിടെ ഫുഡൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന അവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള സാഹചര്യത്തിലൊന്നല്ല നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ രാവിലെ നല്ല മഞ്ഞുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ കാര്യമായിട്ട് ഹോം സ്റ്റേയും കാര്യങ്ങളും തന്നെയാണ്. ഇവിടെ ഒരു തട്ടുകടാന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, ഓപ്പൺ ഒന്നല്ല. അപ്പൊ മുകളില് നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. മുകളിൽ നല്ല നമ്മളെ സ്റ്റേജിന്റെ ബാക്കിൽ ഫുൾ വലിയ പാറയാണ്, വലിയ മലയാണ്. അപ്പൊ മുമ്പില് മലമ്പുഴ റിസർവയർ, നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പൊ 2 ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പാലക്കാട് വന്നതാണ്. ഇനി നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ തീർക്കാം.
തുടരെ അടുത്ത ദിവസങ്ങളിലൊക്കെ പാലക്കാട് അത്യാവശ്യം കുറച്ച് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ട്രിപ്പ്. കുറെ ആയി പാലക്കാട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ മാത്രമായിരിക്കും, ഒരുവിധം എല്ലാവരും റീൽസും കാര്യങ്ങളും കൊല്ലങ്കോടും കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും പാലക്കാടൊക്കെ ഒന്ന് വന്നിട്ട് ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുള്ളത്. അപ്പം നമ്മളും അങ്ങനെ വിചാരിച്ചിട്ട് കുറെ കാലങ്ങളായി. അങ്ങനെ ഇപ്പോഴാണ് അതൊന്ന് സാധ്യമായത്. അങ്ങനെ വന്നതാണ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ. ഫ്രണ്ടില് ഈ ഒരു വ്യൂ ആണ്. അതിന്റെ ഇതാ ലൈറ്റ് ഹോം സ്റ്റേ. അപ്പൊ നമ്മളെ കാർ ഇവിടെ അകത്ത് കയറ്റിയിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നോവയിലാണ് വന്നത്. പിന്നെ ഇന്നലെ വരുമ്പം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ആരെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ബുക്ക് ചെയ്യാം. മുകളില് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ പുറത്തുണ്ട്. രണ്ടാളവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ അകത്താദ്യം കയറാം. അകത്ത് കയറുന്നതിന് മുമ്പേ നമുക്ക് പുറം ഒന്ന് ചുറ്റിക്കാണാം. അപ്പൊ ഇവിടെ നമ്മളെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ചെറിയ കിണറുണ്ട്. പിന്നെ ഉള്ളത് ബാക്കിൽ തേങ്ങയെല്ലാം കൂട്ടിയിട്ടുണ്ട്. അതൊരു കോമൺ ബാത്റൂമാണ്. ഒരു യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളുള്ള കോമൺ ബാത്റൂം. അതിന്റെ ബാക്കിലൊരു ഇന്ത്യൻ ക്ലോസറ്റുള്ള ഒരു ബാത്റൂം ടോയ്ലറ്റും കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഇത് തൊട്ടടുത്തെല്ലാം വീടുണ്ടേ. ഒന്ന് മുകളിൽ കയറി നോക്കാം. ആദ്യം മുകളിൽ ഉള്ള വ്യൂ എന്താന്ന് നോക്കാം. എന്നാ പിന്നെ രാത്രി 10 മണിയൊക്കെ എഴുന്നേടി എത്തുമ്പോ പിന്നെ വേറെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിട്ടില്ല. വേഗം കിടന്നുറങ്ങി. ഇവിടെ ഫാനും കാര്യങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ പാർട്ടിയും കാര്യങ്ങളിലൊക്കെ ഇവിടെ നടത്താൻ പറ്റും. ഇതാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. പക്ഷെ എനിക്കൊന്നും മുകളിലൂടെ ചെയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഷീറ്റ് മറങ്ങിയിട്ട് വലിയ വ്യൂ ഒന്നും കാണില്ല. അതിനെക്കാട്ടി നല്ല വ്യൂ പുറത്ത് റോട്ടുമെന്നുള്ള വ്യൂ തന്നെയാണേ. ഇനി നമുക്ക് അകത്തുള്ള സൗകര്യം കൂടി ഒന്ന് കണ്ടിട്ട് ഇതാക്കാം. ഭയങ്കര ഹാഷ് പോഷ് ഹോം സ്റ്റേ ഒന്നല്ല. ഒരു നോർമൽ ഒരു സാധാരണ വീട്. ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട്. 2 വലിയ ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂമും. അത്രയേ ഉള്ളൂ. പുറത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഒരു സെൻട്രാള്, ഇവിടെ ഒരു ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു TV ഉണ്ട്, ഫുഡ് കഴിക്കാനുള്ള ടേബിൾ ഉണ്ട്, പിന്നെ ഒരു കിച്ചണ്. ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിച്ചൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഒരു ചെറിയ ബെഡ്റൂം. പിന്നെ ഉള്ളത് സെൻട്രലൊരു കോമൺ ബാത്റൂം. പിന്നെ ഇപ്പുറം ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. 2 ഇതേപോലത്തെ ഒരു ബെഡ്റൂം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.